കൊണ്ട് കേൾക്കുന്ന പ്രചരണം മൊത്തം ഫേക്കാണ്. എന്താണ് പറയുക, ഇപ്പോൾ ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ വെച്ചാൽ വളരെ മോശമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നന്നായി ഫിസിക് നോക്കുക, ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി, അവർ ഇത്രയും നന്നായി ഫിസിക് നോക്കുന്നത് മലയാള സിനിമയിൽ വേറെ ആളില്ല. അവരെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നത്. ഇത്രയും ഫിസിക്കും നോക്കി ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയൊരു വ്യക്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ് നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. ഇപ്പോഴത്തെ നാട്ടുകാർ എന്തെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ മതി, അയാൾ അതിനെ പ്രചരിപ്പിച്ച് നാലാളിൽ എത്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ വ്യക്തി എന്തായി മോശക്കാരനാവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രചരണങ്ങൾക്ക് ഇരയാവുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ട്. ആ വ്യക്തി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. മെയിനായിട്ട് മമ്മൂക്കനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 99% ഞാൻ പറയുന്നത് ഫേക്ക് ന്യൂസ് ആയിരിക്കും. ഫേക്ക് ആവാനേ ചാൻസ് ഉള്ളൂ. മൂപ്പർക്ക് ഒരിക്കലും അങ്ങനത്തെ രോഗമുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പിന്നെ മലയാള സിനിമയിൽ മദ്യപിക്കാണ്ട് പുകവലിക്കാണ്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഫിസിക്ക് ഇത്രയും നന്നായി നോക്കുന്ന ഒരു വ്യക്തിനെ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ പ്രചരണങ്ങൾ അടിച്ചിറക്കാൻ പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ മൂപ്പര് ഫിസിക്ക് നോക്കുന്നത് മാത്രമല്ല, അവരെ ആ ക്യാരക്ടർ ബേസിലായാലും എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കൊണ്ട് ആൾക്കാർക്ക് പറയാൻ തോന്നുന്നത്. ഇങ്ങനത്തെ ഓരോരോ വ്യക്തി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ വ്യക്തികൾ ഉണ്ടാക്കി വിടുന്ന വെറും ഫേക്ക് ന്യൂസിലാണ് ഇത് മൊത്തം പ്രചരിക്കപ്പെടുന്നത്. ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നവനെയാണ് ആദ്യം പിടിച്ചിതാക്കുന്നത്.